തിയേറ്റർ കത്തിക്കും അല്ലെങ്കിൽ ആൾക്കാർ. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. ചെറിയ സംശയം ഉണ്ടായിരുന്നു അങ്ങനെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ട് വന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അത് രണ്ട് കൈയും കെട്ടി രണ്ട് കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2021 ഫയറായി റിലീസിനെത്തിയ പടത്തിന്റെ സെക്കൻഡ് പാർട്ട് 2 വർഷങ്ങൾക്ക് ശേഷം വൈൽഡ് ഫയറായി മാറിയ കഥ. ടോളിവുഡിലെ സ്റ്റൈലിഷ് ആക്ഷൻ ഹീറോ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ മാസ് ആക്ഷൻ ഹീറോ ആയി മാറിയ കഥ. നാഷണൽ ലെവൽ ചന്ദനക്കടത്തുകാരൻ പുഷ്പരാജ് ഇന്റർനാഷണൽ ബ്രാൻഡ് പുഷ്പയായി മാറിയ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. യെസ്, 2025 കൊടൂര സംഭവം പുഷ്പ ദ റൂൾ. കണ്ടിറങ്ങിയ ഓഡിഷനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ പുഷ്പ കാണാൻ പോകുന്നവരൊക്കെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തു. അതുപോലെ തന്നെ സിനിമകളുടെ റിവ്യൂ ഏറ്റവും ആദ്യം അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ പുഷ്പ 2 റിവ്യൂലേക്ക്. ഇതിന്റെ ഈ സിനിമ ഡബ് ചെയ്ത പറഞ്ഞ അടിപൊളി ഫൈറ്റ്, സൂപ്പർ ഫൈറ്റ് പ്രതീക്ഷ വന്നു. ഭയങ്കര അടിപൊളി കോമഡി ആയിട്ടുണ്ട്. ഇതിൽ ഡബ് ചെയ്ത ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അല്ലു അർജുൻ ഇത് നിർത്തിയിട്ട് 2 പടം കൂടെ കഴിഞ്ഞിട്ട് പുഷ്പ 3 ഇറങ്ങണമെന്നാണ്. കാരണം അവൻ പടം കണ്ടവൻ മനസ്സിലായിട്ടുണ്ട് ഇനി പുഷ്പയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം പുഷ്പ ഫസ്റ്റ് നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും. പക്ഷേ എന്റെ പൊന്നെ നാടകം തോറ്റു. നാടകം അല്ല, ഒരു മാസ് ആക്ഷൻ പടം കാണാൻ വന്നവർക്ക് മാസ് ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. അടിപൊളി മാസമായിട്ടുണ്ട്. ഇത് മാസല്ല, ഇത് വേറെ എന്താ പറയേണ്ടത്. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല, അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. പടം ഫസ്റ്റ് നമ്മൾ പുഷ്പയുടെ ഫസ്റ്റ് കണ്ടി പ്രതീക്ഷിച്ച് വന്നതാണ്. എന്റെ പൊന്നെ, ഫാൻസിനെ ആഘോഷിക്കാനുള്ളല്ലേ പാട്ട്, ഡാൻസ്, സാരി ഉടുത്തുകൊണ്ടൊരു ഫൈറ്റ് ഉണ്ട്. എന്റെ പൊന്നെ, കാണേണ്ടത് തന്നെ. തിയേറ്റർ കത്തിക്കും അല്ലെങ്കിൽ ആൾക്കാർ. പടം KGF പോവാനും ശ്രമിച്ചു, എന്നാൽ KGF എത്തിയതുമില്ല. KGF തകർത്ത് പ്രീ സെയിൽ 1000 കോടി പടം. അല്ല, സിനിമ നമ്മൾ കാണുമ്പോൾ അത് KGF പോവാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ എത്തിയില്ല. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. ആ സാരി എടുത്ത സീനൊക്കെ തിയേറ്റർ പൂരപ്പുറം പണം ഉണ്ടായിട്ട് സ്വന്തം ഭാര്യക്ക് ഈ സാരി കുത്ത ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പ. അല്ലു ഉയർത്തില്ലേ ശരിക്കും? ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി, വേറെ ലെവല്. ഓക്കെ ബ്രോ, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഈ വർഷം കാട്ടു തീന്നാ പറഞ്ഞ വൈൽഡ് ഫയർ അത് അവരായിരിക്കും. ഇത്തിരി ബോധമുള്ളവർക്ക് എന്തായാലും കാട്ടവരാതായിട്ട് തോന്നുന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ ലാസ്റ്റ് കണ്ടതിൽ കങ്കു ആയിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് അതുക്കും മേലെ കാട്ടവരാതം, ഒന്നും പറയല്ല. 3.5 മണിക്കൂർ നമ്മളെ ലിറ്ററലി തകർത്തു. എന്തെങ്കിലും കാണാനുണ്ടോ? അല്ലുവിനെ കാണാൻ, ഫഹദിനെ കാണാനൊക്കെ വരാനുണ്ടോ? പേഴ്സണലി ഇത്തിരി പോസിറ്റീവായിട്ട് തോന്നിയത് ഫഹദിന്റെ പെർഫോമൻസ് മാത്രമാണ്. അല്ലാണ്ട് ഇപ്പോൾ രാഷ്മിക ആണെങ്കിലും അല്ലു അർജുൻ ആണെങ്കിലും നല്ലപോലെ വെറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ ബ്രോ, പറ്റുമെങ്കിൽ പോയൊന്ന് കാണണം. ചേട്ടാ, പാൻ ഇന്ത്യൻ കോമഡി പടം, വേറൊന്നുമല്ല. എന്റർടൈൻ ചെയ്തിരിക്കാൻ പറ്റും. ലൈക്ക് എന്താ അപരാധം എത്തി സ്പീക്ക് മാസം എന്ന് പറഞ്ഞ ഒരു ഒന്നുമില്ല, ഒരു സീന് മാസം ഒന്നുമില്ല. കോമഡി പടം ചിരിച്ചാവും. എന്തൊക്കെ, അയ്യോ, കോമഡി പടം. സാരി ലുക്കൊക്കെ അതാണ് മെയിൻ കോമഡി. രശ്മിക ഇല്ലെങ്കിൽ പടം ബോറാണ്, അത് പറയുന്നില്ല. എന്തായാലും നാഷണൽ അവാർഡ് കിട്ടും ഉറപ്പ്. ഈ പടത്തിൽ നാഷണൽ അവാർഡ് ചേട്ടാ സൂപ്പറായിருக்கு. ആമാ, ഒരു മിനിറ്റ്. പുഷ്പ താഴത്തില്ല, വേൾഡ് ഫയർ. സൂപ്പറായിருக்கு, അമ്മയായിരിക്കും. കുറെ മലയാളി യൂണിറ്റ്സ് ഒക്കെ നെഗറ്റീവ് പറയുന്നു. എപ്പടി മാസ്, അത് തലയ്ക്ക് ഓളമില്ലാത്തവന്മാർ. നമ്മള് പുഷ്പ ഫയർ എന്ന് വെച്ചാൽ ആ ഫയർ മാതിരി കണ്ടോണ്ടിരിക്കണം. നന്നായിട്ടുണ്ട് പടം, സൂപ്പറായിട്ടുണ്ട്. പുഷ്പയെ തൂക്കിയോ ഫഹദ് അതിനും മേലെ സൈക്കോ സൂപ്പറായിട്ടുണ്ട് ഫഹദ്. എങ്ങനെ 2000 കോടി അടിക്കാനുള്ള ഉണ്ടോ? 2000 കോടി അടിക്കാനുള്ളതൊന്നുമില്ല, ഒരു 1500 അടിക്കും, എന്നാലേ അടിക്കും. പുഷ്പ വേൾഡ് ഫയർ തന്നെ. കുറെ പേര് മാസ് പോരാ നെഗറ്റീവ് പറഞ്ഞു. എങ്ങനെയാ? മാസ് ആവശ്യത്തിനുണ്ട്, നല്ല മാസ്, സൂപ്പറായിട്ടുണ്ട്. അടിപൊളി പടം, ഭയങ്കര മാസോടാണ്. നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നേക്കാൾ അടിപൊളിയാണ്. ട്രെയിലർ കാണണമെന്നല്ല, വേറെ ലെവലാണ്. ഫഹദ് കിട്ടില്ലേ? അല്ലു അർജുനാണ്. നമ്മള് അവാർഡൊക്കെ കിട്ടിയല്ലേ കഴിഞ്ഞ വർഷം. ആ ഒരു ലെവലിൽ അഭിനയിച്ചിട്ടുണ്ട്. വെറുതെ മാസ് കാണിച്ച അങ്ങനെയല്ല. തമിഴ് പടങ്ങളൊക്കെ കാണുന്നത് അത്ര അടിപൊളി. എന്റെ പൊന്നി ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തോ എന്റെ പൊന്നോ, സെക്കൻഡ് ഹാഫിൽ കയറി അഭിനയിക്കാൻ തോന്നിയാ? എന്റെ പൊന്നെ, അയ്യോ
അപ്പോൾ സെക്കൻഡ് ഹാഫ് ഒരു വായിക്ക് കൊള്ളൂല, പടം ഒരു ഒട്ടും കൊള്ളൂല, ഒട്ടും കൊള്ളൂല. എന്തൊക്കെയോ പ്രതീക്ഷ വന്നു. ഫഹദിനെയൊക്കെ വേറെ ലെവലിൽ ആളി കത്തിച്ചുകൊണ്ട് നശിപ്പിച്ചളഞ്ഞു. 3:30 വന്ന് 3:30 മണിക്കൂറുള്ള പടം കണ്ട് ക്ഷീണം ഇന്റർനാഷണൽ ആക്കിയത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഈ വിഷയം. ഒരു വായിക്ക് കൊള്ളത്തില്ല. എന്തൊക്കെയോ വേണ്ടി ചെയ്യുന്നുണ്ട്, മാസമായിട്ടൊക്കെ കാണിക്കുന്നു, പക്ഷെ നമുക്കൊന്നും തോന്നുന്നില്ല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ 2 ഇഷ്ടപ്പെടാം, ഇനി 3 വേറെ. അതൊക്കെ സഹിക്കും. തെലുങ്ക് പടമായിട്ട് കണ്ടിരിക്കാൻ കൊള്ളാം. തെലുങ്ക് പടം ഒരു പടമായിട്ടേ കണ്ടിരിക്കാൻ കൊള്ളത്തില്ല, അങ്ങനത്തെ ലെവലിൽ എടുത്തിരിക്കുന്നത്. സാരേ ലുക്ക് അത് നല്ല ഡാൻസ് നമ്മളെ നിർത്തി നമ്മളത് നോക്കി അങ്ങ് ഇരിക്കുക. ആ ഫുൾ എക്സ്പ്രഷൻ സൂപ്പർ. പക്ഷെ മലയാളി ഓഡിയൻസിന് വർക്കാവില്ല ചാൻസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല, ബട്ട് വർക്കാവും. ഇത് എന്തായാലും മേലേക്ക് പോകും. ഇതൊക്കെ കിട്ടിയോ ശരിക്കും? മൂവിയാണ്, അടിപൊളിയാണ്, പോയി കണ്ടു നോക്കുക, അപ്പം മനസ്സിലാവും. എങ്ങനെയാണ്? പക്കാ മാസ് മാസാണ്, ഫുൾ മാസാണ്. കുറെ പേര് മലയാളി ഒരു തെലുങ്ക് മാസ് പടം കാണുന്ന രീതി കണ്ടാൽ ഇഷ്ടപ്പെടും. ഇത് തെലുങ്ക് മൂവി ആണല്ലോ, ടിപ്പിക്കൽ തെലുങ്ക് മൂവി തന്നെയാണിത്. സ്റ്റൈലും ആക്ഷൻസും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്തോ ഒരു എലമെന്റ് അവിടെ മിസ്സിംഗ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് അത്ര ഇതല്ല. പുഷ്പ 3 ഉണ്ടെന്നാണ് മനസ്സിലായത്. കൊടുത്ത ബിൽഡപ്പിനുള്ള ക്യാരക്ടർ ഇല്ലെന്നാണോ പുഷ്പ വന്നപ്പോ? സ്റ്റൈലൊക്കെ ഉണ്ട്. ഫഹദ് ഫാസിൽ ആണെങ്കിലും അല്ലു ആണെങ്കിലും നല്ല രശ്മിക ആണെങ്കിലും ഒക്കെ സ്റ്റൈലൊക്കെ നല്ല രസമുണ്ട്. അവരുടെ അഭിനയമൊക്കെ രസമുണ്ട്. പക്ഷെ സ്ക്രിപ്റ്റ് വൈസ് അത്ര ഇതായിട്ട് തോന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ രസമുണ്ട് കണ്ടിരിക്കാനൊക്കെ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമസ്കാരം. എങ്ങനെയുണ്ടായി പടം? ഓക്കെ. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ നമ്മൾ ചില സിനിമകൾ, മാസ് സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ചടപടപടപടയെന്നുള്ളൊരു പോക്കായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ചെറിയൊരു സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു മാസ് എലമെന്റ്സ് എല്ലാം ഇട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ട് വീണ്ടും ആ ഒരു മാസ് എലമെന്റ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും അല്ലു അർജുന് കാണിക്കേണ്ട മാസിന്റെ എല്ലാത്തിനും ഒരു മാക്സിമം ആയിക്കഴിഞ്ഞു. പിന്നെ ഒരു ചെറിയൊരു ട്രാക്ക് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവത്തിന്റെ ഒരു ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കങ്കു ലെവലായോ? അതിന് മുകളിലാണോ? എങ്ങനെയാണ്? ഇല്ല, കങ്കു ലെവലൊന്നും ആയിട്ടില്ല. മര്യാദയ്ക്ക് അവർ സൗണ്ട് പിടിച്ചിട്ടുണ്ട്. DSP തന്നെയാണ് ഈ സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. റസൂൽ പൂക്കറ്റി അഡ്വാൻസ് ആയിട്ട് തന്നെ ആൾക്കാർക്ക് പറഞ്ഞിരുന്നത് ഈ പടം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ തിയേറ്ററുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ട്രാക്ക് മാറ്റം വരുന്നത്. കാരണം മാസം കാണിക്കാനെല്ലാം കഴിഞ്ഞു, പിന്നെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്ത ഒരു ചെറിയൊരു അവസ്ഥ വന്നു. അപ്പം അവിടെ ഒരു ട്രാക്ക് മാറ്റം വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം പിടിച്ച് വരയ്ക്കാനുള്ള ദേശീയ ക്യാരക്ടർ ഇല്ല, അങ്ങനത്തെ രീതിയിലൊന്നും ആയിട്ടില്ല. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, അങ്ങനെയെങ്കിലും പോകും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊരു ഭോജ്പൂരി സിനിമ എക്സ്പെക്ട് ചെയ്തിട്ടാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു ലാർജ് സ്കെയിൽ എടുത്ത ഒരു ഭോജ്പൂരി സിനിമകൾ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നമ്മൾ ബീഹാർ, ജാർഖണ്ഡിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ UP, ബീഹാർ ആ ഒരു സെറ്റപ്പ് വലിയ സ്ക്രീനിൽ എടുത്തിരിക്കുന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ച് വന്നു. ആ ഒരു പക്ഷേ അതിൻ്റെ അപ്പോൾ എക്സ്പെക്ടേഷൻ അത്രയും ലോ ലെവലിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ മാസ് എലമെന്റ്സ് എല്ലാം കാണിക്കുന്നു. ഫഹദ് രണ്ടുപേരും ഫഹദാണ് ഉയർത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതൊരു പറയുന്നില്ല ഞാൻ, കാരണം നമുക്ക് ഇപ്പോൾ ഒരു ആ സാരി ലുക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കാരണം നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു ഇതാണ്. കേരളത്തിൽ തന്നെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ ആണുങ്ങൾ ഇങ്ങനെ സ്ത്രീവേഷം കെട്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ ഇതായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കങ്കുവ ലെവൽ തീർച്ചയായിട്ടും എബോ കങ്കുവ തന്നെയാണ്. എന്തുവായിരുന്നു ഇതെങ്ങനെയാണ്? ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. മനസ്സിലായ? ശരിക്കും പുഷ്പം എന്ന് പറയുന്ന ആ പുഷ്പത്തിന്റെ പേര് യോജിക്കുന്ന ഫഹദിനാണ്. ഫഹദിനെ കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു ബോറും ഇല്ലായിരുന്നു. കുറച്ച് അറുബോറാക്കി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഓവറോൾ ആവറേജ് ഫിലിമാണ്. വൈൽഡ് ഫയർ ആയില്ല. ഇല്ല, കുറച്ചൊക്കെ ഫയറായി പോയി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്ര നമുക്ക് വന്നിട്ടില്ല. എങ്ങനെയുണ്ട് ആ സാരി ലുക്കൊക്കെ ആയിരുന്നു? തിയേറ്റർ കത്തിന്ന് പറഞ്ഞു. ഇല്ല, കത്തിയൊന്നും ഞങ്ങളെ കത്തിച്ചോന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറെ ആ സമയത്ത് എണീറ്റ് പോകണമെന്നൊരു ചിന്തിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ആയതാണോ പ്രശ്നമായത്? ഇന്റർനാഷണൽ ആയല്ലോ, പ്രശ്നം ആയതല്ല. നമ്മൾ പ്രതീക്ഷിച്ച അത്ര കോസ്റ്റ്യൂമിന്റെ പൈസ എന്നാണ് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു 2 ഓട്ടോ ഓടിയിട്ട് മാങ്കോ ചില്ലിയൊക്കെ അടിച്ചതിന് ശേഷം കൊടുക്കാന്ന് പറഞ്ഞു. അല്ല അവരെന്ത് ചെയ്യാനാ? മാങ്കോ ചില്ലി അടിക്കാനാണോ ഇത് തൂക്കിയിട്ട് കിടക്കുന്നത്? അതല്ലേ പറഞ്ഞു. സുമേഷ് ഇത്ര നേരം ലൈനിലുണ്ടായിരുന്നു, വീഡിയോ ഒക്കെ ഉള്ള. സുമേഷിനെ കാണണോ നിങ്ങൾക്ക്? സുമേഷിനെ കാണണോ? മാങ്കോ ചില്ലി അടിക്കുക, അത് വൈകുന്നേരം അടിക്കുള്ളൂ. ഇപ്പൊ വണ്ടി ആട്ടൊക്കെ ഓടിയിട്ട് ശേഷം പറ്റുള്ളൂ. ബ്രോ ബാറോസിന് മുട്ടയടിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴേ മുട്ടയടിക്കാൻ ചാൻസ് കൂടുതലാണ്. പറയാൻ പറ്റില്ല. ചില മുട്ട അടിക്കും, ചിലപ്പോൾ ആ കോസ്റ്റ്യൂമിൽ വരും.
പിന്നെ കത്തനാറ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ആ കോസ്റ്റ്യൂമിൽ തന്നെ വരും. എങ്ങനെയാണ് എല്ലാരും കാട്ടുതീയാന്ന് പറഞ്ഞിട്ട് കാട്ടവരാതെന്നൊക്കെ പറയുന്നത്? അങ്ങനെ കാട്ട് അപരാധം വെച്ച് കഴിഞ്ഞാൽ ബ്രോ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട് സാരി കൊടുത്തിട്ടുള്ള. ആദ്യത്തെ ഫൈറ്റ് കൊള്ളാം, രണ്ടാമത് സാരി കൊടുത്തുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അത് 2 കൈയും കെട്ടി 2 കാലും കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഒന്ന് ബാത്റൂം പോകുന്ന തൂറാൻ പോലും പറ്റൂല ഉള്ള കാര്യം പോലെ. ആ അല്ലു അർജുൻ 50 പേര് വന്നപ്പോഴത്തേക്ക് കറങ്ങി കടിക്കുന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ പെർഫോമൻസ്. പിന്നെ ലാസ്റ്റ് ഈ എന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് വന്നപ്പോഴത്തേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമുക്കൊക്കെ ഒരുപാട് തമാശയായിട്ടാണ് തോന്നിയത്. രശ്മിക്ക് നാഷണൽ അവാർഡ് കിട്ടും. അയ്യോ, രശ്മിയുടെ ഏറ്റവും കൂടുതൽ ബോറായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡബ് ചെയ്തതാണ് അവരെ തൊളിച്ചളഞ്ഞത്. ഡബിങ് വളരെ മോശമായിപ്പോയി. ഇല്ല ഞാൻ പറയില്ല, പക്ഷെ ഇനി 3 ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് മോശമായിപ്പോയത്. അല്ലു ഫാദ് എങ്ങനെയുണ്ട്? ഫഹദാണ് വേറെ ലെവല്. നമ്മുടെ ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത് ഫഹദ് ഫാസിലാണ്. ഞാൻ ഫഹദ് ഫാസിലെ കട്ട ഫാനാണ്. പക്ഷെ അയാളെ കണക്ക് ഒരു നടൻ അഭിനയിക്കില്ല. കാര്യം മലയാളത്തിൽ തന്നെ അയാൾ വേറെ ലെവലല്ല. അയാൾ ഒരു പടം ഇറങ്ങി കഴിഞ്ഞാൽ അത് വേറെ ലെവലിലാണ് പോണത്. അപ്പോൾ അത് വേറെ സെറ്റാണ്. അപ്പോൾ ഒരു പക്ക തെലുങ്ക് പടം കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടും. തെലുങ്ക് പടം കാണാമെന്ന് പറഞ്ഞവർക്ക് ഒരു ആവറേജ് മൂവി ആയിട്ട് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, അത്രേ ഉള്ളൂ. മറ്റേ പുഷ്പ ഫസ്റ്റ് പോലെയുള്ള ഒരു ഇതില്ല. അങ്ങനെ അതിന്റെ കാര്യം തീരുമാനമായി. വെളുപ്പിനെയുള്ളൊരു പടം ബ്ലോക്ക് ബസ്റ്റർ അടിച്ച് കാണാനുള്ള യോഗം എന്തായാലും ഈ വർഷമില്ല. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന അടുത്ത പടങ്ങൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.